അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചത് യേശുവിനെ പോലെ ആകാനാണ്. ദൈവം നമ്മെ വിളിച്ചത് യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്താണ്? യേശു കർത്താവ് നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച ദൈവമാണ്. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പകരം ചെയ്യാതെ നമ്മുടെ പാപങ്ങളെ മോചിച്ച ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വഭാവം, ആ ദിവ്യ സ്വഭാവം നാം കാണുന്നത് കാൽവറിയിലാണ്. ദൈവം നമ്മെ വിളിച്ചത് യേശുവിനെ പോലെ ആകാനാണ്. യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകാനാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ സ്വഭാവം എന്തെന്ന് നാം ആഴത്തിലൊന്ന് ഗ്രഹിക്കണം. തന്നെ ശകാരിച്ചിട്ട് തിരിച്ച് ശകാരിക്കാതെ, ഒരു കർണത്തടിക്കുന്നവന് മറുവർണം കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിധിക്കാൻ എളുപ്പമാണ്. എന്നാൽ അവരുടെ കുറവുകളെ കണ്ടു വിധിക്കാതെ അവരെ സ്നേഹിക്കുക എന്നുള്ളത് അതൊരു വലിയ നന്മയാണ്. മനുഷ്യരുടെ ഇടയിൽ കാണുന്നൊരു സ്വഭാവമല്ല, അതൊരു വലിയ നന്മയാണ്. ആ നന്മയാണ് നാം ക്രിസ്തുവിൽ കാണുന്നത്. അവൻ നമ്മുടെ പാപത്തെ ചുമന്നു, അവൻ നമ്മുടെ ശാപത്തെ ചുമന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്വഭാവം അത് നാം കാണുന്നത് കാൽവറിയിലാണ്. അവൻ നമ്മോട് ദീർഘമായി ക്ഷമിച്ചു, അവൻ ദയ കാണിച്ചു. ഇന്നു പകൽ നമുക്കും ക്ഷമിക്കുവാൻ കഴിയണം. നമുക്കും മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ കഴിയണം. യേശു കർത്താവിൻ്റെ സ്നേഹം അത് ക്ഷമയാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം അത് ദയയാണ്. സ്നേഹത്തിന് ഈ ഭൂമിയിൽ ഒത്തിരി നിർവചനങ്ങളുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരെ നാം തിരിച്ച് സ്നേഹിക്കും. എന്നാൽ യേശുവിൻ്റെ സ്നേഹം നാം കാണുന്നത്, നാം ഓരോരുത്തരും ശത്രുക്കളായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് അവൻ്റെ സ്വഭാവം. അവൻ നമ്മെ സ്നേഹിച്ചു. ആർക്കും വേണ്ടാതിരുന്ന നമ്മെ അവൻ സ്നേഹിച്ചു. എല്ലാവരാലും അവഗണിക്കപ്പെട്ട നമ്മെ അവൻ പരിഗണിച്ചു. ഇന്ന് പകൽ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ വിധിക്കുവാനല്ല, അവരെ സ്നേഹിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ക്ഷമിക്കുവാൻ, ദയ കാണിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.